ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നീ പരിപാടിയിൽ കൗമാരക്കാരിലെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495943321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് MS ആശ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോക ജനസംഖ്യയിലെ 6-1 10-നും 19-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അതായത് കൗമാരക്കാർ, ടീനേജേഴ്സ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. കൗമാരം എന്ന് പറയുന്നത് സവിശേഷമായ ഒരു വളർച്ച രൂപീകരണ സമയവുമാണ്. ആഗോളതലത്തിൽ കൗമാരക്കാരിൽ 14% പേർ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. എന്നിട്ടും ഇവ വലിയ തോതിൽ തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കാതെയും പോകാറുണ്ട്. ഇപ്പോൾ അതിനൊക്കെ നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പൊതുവിൽ പറഞ്ഞാൽ ദാരിദ്ര്യം, അബ്യൂസ്, അക്രമം എന്നിവയുൾപ്പെടെയുള്ള ശാരീരികവും വൈകാരികവും സാമൂഹികവുമായ മാറ്റങ്ങൾ കൗമാരക്കാരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണവുമാകാറുണ്ട്. എന്തെല്ലാം മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ കൗമാരക്കാർ നേരിടുന്നത്, അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനായി നമുക്ക് എന്തെല്ലാം ചെയ്യാനാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ന് നമുക്ക് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ ചർച്ച ചെയ്യാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF ആണ്. സ്വാഗതം സർ. നമസ്കാരം. അപ്പോൾ ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 12 മണി വരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9496556321. മറ്റൊരു നമ്പർ 9496596321. നമുക്ക് പരിപാടിയിലേക്ക് പോകാം. സർ, പൊതുവിൽ നമ്മുടെ കൗമാരക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഇപ്പോൾ ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടിയും അല്ല മുതിർന്നവരും അല്ല, ആ ഒരു കോൺഫ്ലിക്റ്റ് ഓൾവേസ് അവരുടെ ഒരു ലൈഫിലുണ്ട്. ഇപ്പോൾ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ പാരൻസ് യൂഷ്വലി പറയുന്നത് നീ കുട്ടിയാണ്, നിന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചില്ലല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുട്ടി ചെയ്യാതിരുന്നപ്പോൾ ഇത്രയും വളർന്നില്ലേ, നിനക്കത് ചെയ്യാൻ പാടില്ല. അപ്പോൾ കുട്ടിക്ക് തന്നെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് തോന്നാറുണ്ട്. ഞാൻ മുതിർന്ന ആളാണോ അതെ കുട്ടിയാണോ, എന്നെ പല സാഹചര്യങ്ങളിൽ പല രീതിയിൽ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു പ്രശ്നം തന്നെ അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കില്ലേ? തീർച്ചയായും അവർക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കാണുന്നതിന് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനൊരു വീഴ്ച വരുന്നുണ്ട് എന്നുള്ളതൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വഴി സംഭവിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ പ്രധാനമായും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയാണ് ആക്ച്വലി, അതേസമയം യങ്ങർ ഏജിന് അല്ലെങ്കിൽ അഡൽറ്റിന് ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ഗ്യാപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിങ് പോലെയാണ് ആക്ച്വലി ഈ ടീനേജ് അല്ലെങ്കിൽ അഡോളസൻസ് പീരീഡ് അവരിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി അവർ കുട്ടിയുമല്ല യങ്ങർ അഡൽറ്റും അല്ല. അപ്പോൾ അതിനിടയിലുള്ള ആ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള സോഷ്യൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, പിയർ ഗ്രൂപ്പ് പ്രഷർ, അതുപോലെ തന്നെ പാരൻസിൽ നിന്നുള്ള പ്രഷർ, അക്കാഡമിക് പ്രഷർ, അങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസും അവർ നേരിടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്ത ഒരു ഇഷ്യൂസാണ് മോഡേൺ ഇൻഫ്ലുവൻസസ്, അതായത് സോഷ്യൽ മീഡിയ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇതിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കാരണം ടീനേജേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. പിന്നെ ട്രഡീഷണലായിട്ടുള്ള പ്രോബ്ലംസാണ്, അതായത് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഈ യങ്ങർ ടീനേജേഴ്സിലുള്ള കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനമായും 4 ഏരിയയിലാണ് അവർ ഫേസ് ചെയ്യുന്നത്. അത് പ്രോപ്പർലി നമ്മുടെ സൊസൈറ്റിയിൽ വേണ്ടുന്ന പോലെ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ടും
ഈ ടീനേജിലേക്ക്, എൻ്റെ അഭിപ്രായത്തിൽ ടീനേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ ഒരു ടഫായിട്ടുള്ള അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ വളരെ നല്ല രീതിയിൽ നാവിഗേറ്റ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ശരിയാണ്. ഇപ്പോൾ നമുക്ക് മുതിർന്ന ശേഷം ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ഒരു മാനിനെ നമ്മൾ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു മുതിർന്ന ആളിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഹെൽത്തി ആയിട്ട് അവർക്കൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ഹെൽത്തി ചൈൽഡ്ഹുഡ് കൊടുത്തിട്ട് ഒരു ഹെൽത്തി അഡോളസെൻറ്റിലെത്തി അവരൊരു ഹെൽത്തി യൂത്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. അതെ അതെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളറിലോട്ട് പോകാം. ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കൊല്ലത്തുനിന്നാണ് മാഡം. ഓമന എന്നാണ് പേര്. ഓക്കെ, ഓമന സംസാരിച്ചോളൂ. ഞാൻ എന്റെ മകന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, പറയണം. എന്റെ മകന് പെട്ടെന്ന് ദേഷ്യം വരുക. മകൻ എത്ര വയസ്സാണ്? കയ്യിലിരി മോനിപ്പം 28 വയസ്സ് കഴിഞ്ഞു. ഓക്കെ. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, എന്തെങ്കിലും കയ്യിലിരുന്ന അത് എടുത്ത് എറിയുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് നമ്മളോട് പ്രതികരിക്കുന്നത് ദേഷ്യപ്പെട്ടാണ് പ്രതികരിക്കുന്നത്. കാരണം എന്താണെന്ന് കാരണം വെച്ചാൽ ചില സമയത്ത് നല്ല സ്വഭാവമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ചെറുതിലേ നല്ല സ്വഭാവമായിരുന്നു, പാവമായിരുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. ഈ അടുത്ത കാലത്താണോ തുടങ്ങിയത്? എത്ര നാളായിട്ടുണ്ടാവും ഈ ഒരു മാറ്റം വന്നിട്ട്? തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 2 വർഷത്തോളം ആവത്തുള്ളൂ. ഓക്കെ. എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ 2 വർഷം മുന്നേ എന്തെങ്കിലും പ്രത്യേകിച്ച് സ്വാധീനിക്കുന്ന സംഭവങ്ങൾ എന്തെങ്കിലും മകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോന്ന് വെച്ചാൽ അത് മകന്റെ അച്ഛൻ മകനെ ഉപേക്ഷിച്ചൊക്കെ പോയതാണ്. ഓക്കെ. പിന്നെ അമ്മയോടാണ് വളർന്നത്. പിന്നെ പഠിക്കാനൊക്കെ മിടുക്കാനായിരുന്നു, അതുപോലെ പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീടായപ്പോഴത്തേക്ക് എന്തോ പഠിത്തത്തിന് ഒരു ശ്രദ്ധ ചെലുത്താൻ പറ്റിയില്ല. വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഇപ്പൊ എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഫോൺ തന്നെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ ഞങ്ങൾ എടുത്തങ്ങ് എറിയുവാണ്, ഞങ്ങൾ പൊട്ടിക്കുകയാണ്. എന്തെങ്കിലും പറയാൻ വീട്ടിൽ മാത്രമാണോ ഇത്തരത്തില് പ്രശ്നങ്ങളുള്ളത്, അതോ വർക്ക് ചെയ്യുന്നിടത്തുണ്ടോ? ഇല്ല, വീട്ടിൽ മാത്രമേ ഉള്ളൂ, വർക്ക് ചെയ്യുന്നിടത്തൊന്നുമല്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, പുറത്തോട്ടിറങ്ങി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുടെ അടുത്ത് കയറി ദേഷ്യപ്പെടും. പുറത്തെ ആൾക്കാരുടെ അടുത്തും ദേഷ്യപ്പെടാറുണ്ടോ? പുറത്തെ ആൾക്കാരോടും ദേഷ്യപ്പെടണ്ട. അങ്ങനെ എല്ലാവരും ഇല്ല. ചിലത് എന്തെങ്കിലും മോന്റെ അടുത്ത് ചോദിക്കുമ്പോ മോനത് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഉടനെ പറയാം, നിങ്ങൾ എന്തുവാ പറഞ്ഞു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ അവരുമായിട്ട് അങ്ങ് കൊടുക്കും. ഒരു വണ്ടി തന്നെ ഓടിച്ചുകൊണ്ട് പോയാൽ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് മോൻ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയുടെ മുമ്പെടുക്കുവാണെങ്കിൽ അതങ്ങ് പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങള്. ഉറക്കമൊക്കെ എങ്ങനെയുണ്ട് മോന്? ഉറക്കമൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ അതോ ഉറക്കത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നു? ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്. ജോലിക്ക് കൃത്യമായിട്ട് പോകുന്നുണ്ടോ? ജോലി എന്ന് വെച്ചാൽ ഫൈനാൻസ് ആണ്. വലിയൊരു മാനസികമായിട്ട്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും കാണിക്കോ, കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിന് മരുന്നും കൊടുത്തായിരുന്നു. മരുന്ന് കൊടുക്കുന്ന സമയത്തൊന്നും കുഴപ്പമില്ല. അപ്പോഴും കുഴപ്പമില്ലായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനി എനിക്ക് മരുന്നൊന്നും വേണ്ട, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്റെ ആയിക്കോളാം എന്ന് പറയും. ഓക്കെ. അപ്പം മാഡം പറഞ്ഞ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ നിലവിൽ മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ട് പുള്ളിക്കാരനുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ചെടുത്ത് തന്നെ വീണ്ടും കാണിക്കുകയും മെഡിസിനും കൗൺസിലിങ്ങും വീണ്ടും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത ഉള്ളതായിട്ടാണ് ഈ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ബുദ്ധിമുട്ട് മോന് ഒരു പരിധിവരെ മാനേജ് ചെയ്യാനും നോർമലായിട്ടുള്ള ഫങ്ഷനിങ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സാധിക്കും. സർ, ഇപ്പോൾ മാനസിക ക്ഷേമത്തിന് പ്രധാനമായിട്ടുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടുന്നൊരു സമയം കൂടിയാണല്ലോ അഡോളസൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അടുത്തൊരു അഡൽട്ട് ആകാൻ പോകുന്നു, അപ്പോൾ ഉള്ള റെസ്പോൺസിബിലിറ്റിക്ക് മുന്നോടിയായിട്ട് ചില ശീലങ്ങൾ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഒരു പൗരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ചില ചിട്ടവട്ടങ്ങൾ കൂടി നമ്മൾ ആ പ്രായത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ആരോഗ്യപരമായ കൗമാരക്കാരെ നമുക്ക് ഉറപ്പുവരുത്താനാകുന്നത്, അതായത് മാനസികാരോഗ്യത്തിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബന്ധങ്ങളുടെയൊക്കെ ബേസിൽ എങ്ങനെയാണ് ഇവരെ ആ ഒരു രീതിയിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും? ഇപ്പോൾ ഉള്ള ജനറേഷൻ ജെൻസിയൊക്കെ വളരെയധികം നമ്മൾ മുന്നത്തെ ആൾക്കാരെ പോലെ അല്ല ഇവർ, ഇപ്പോൾ പുതിയ തലമുറക്കാരുടെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ പലതരം ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവരെ ആ ഒരു രീതിയിലേക്ക്, ശരിയായ ഒരു രീതി, ശരി ഏത് തെറ്റ് എന്നവർക്ക് സ്വയം ബോധ്യപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് അവരെ നമുക്ക് നയിക്കാനാവുക? അപ്പോൾ ഈ ജെൻസിയുടെ പ്രോബ്ലം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ വൈഡായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് ഈ യങ്ങർ ജനറേഷൻ്റെ പ്രോബ്ലം ആയിട്ടല്ല പലപ്പോഴും. ഓൾഡർ ജനറേഷൻ അവരെ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെന്ത് ആശയങ്ങളാണ് ഈ ന്യൂ അപ്കമിങ് ജനറേഷനെ പഠിപ്പിക്കുന്നത്, അതാണ് ആക്ച്വലി അവർ വർക്കൗട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെയാണ് അവർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നത്. അല്ലാതെ അവർ പുതുതായിട്ട് ആശയങ്ങളൊന്നും തന്നെ കൊണ്ടല്ല വരുന്നത്. അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇറാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ടൈം ഹെൽപ്ഫുൾ അല്ലാത്തതായിട്ടുള്ള പല ആശയങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് വഴിയാണ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. അപ്പം മോസ്റ്റ്ലി നമ്മുടെ കുട്ടികൾ ഒരു അഡൽട്ട് ആവുമ്പോൾ അവർ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇപ്പോഴത്തെ യങ്ങർ ജനറേഷനിൽ കാണുന്നത് റെസ്പോൺസിബിലിറ്റിയെക്കാളും കൂടുതൽ അവർ റൈറ്റ്സിനാണ് ആക്ച്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം. എനിക്കെന്ത് കിട്ടുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള റോളുകളുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഔട്ട്വേർഡ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് അല്ല കാണുന്നത്. പകരം തിരിച്ചെന്ത് കിട്ടുമെന്നുള്ളതാണ്. എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള കിഡ്സ്. അതെ, അങ്ങനെയാണ് പാരൻസും അവരെ പഠിപ്പിക്കുന്നതും അവരുടെ മുതിർന്ന ആൾക്കാരിൽ നിന്ന് അവർ കേൾക്കുന്നതും അത്തരത്തിലാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി അവരുടെ ലൈഫിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഈ ടീനേജ് പ്രായത്തിൽ അവർ എടുക്കാൻ പഠിക്കുകയാണെങ്കിൽ ലൈഫിനെ കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഫേസ് ചെയ്യാനും കുറേ കൂടെ സീരിയസ് ആയിട്ടും കുറേ കൂടെ കമ്മിറ്റ്മെൻറ്റോടുകൂടെ സമീപിക്കാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പ്രായത്തിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുത്ത് ശീലിപ്പിച്ച് വളർത്തുക. അല്ലാതെ എൻ്റെ കുട്ടിയാണ്, 30 വയസ്സായാലും എൻ്റെ കുഞ്ഞാണ്, അങ്ങനെയാണ്. ഞങ്ങളുള്ളപ്പോൾ ഞങ്ങൾ പാരൻസ് ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്നും നീ കുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വന്തം കാര്യം പോലും നോക്കാൻ പ്രാപ്തിയില്ലാത്ത വിധത്തിലാണ് പല പാരൻസും കുട്ടികളെ വളർത്തി മുതിർന്ന ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺ ആയിട്ട് മാറും. ഈവൻ വിവാഹം കഴിച്ചാൽ പോലും ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി എടുക്കാൻ കുട്ടികളെ അനുവദിക്കാറില്ല എന്നുള്ളത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അവർക്ക് ഒരു ബാങ്കിൽ പോയാൽ എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു കടയിൽ പോയാൽ എങ്ങനെ സാധനം വാങ്ങണമെന്നറിയില്ല. ഒരു ബേസിക് ആയിട്ടുള്ള എന്ത് കാര്യവും റെസ്പോൺസിബിലിറ്റി അല്ല, ആ ഒരു പ്രൊസീജിയർ അവർക്ക് അറിയില്ല. അപ്പോൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ കുറേ കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇപ്പോൾ ഒരു പുറത്ത് പോകുന്നു, വിദേശത്ത് പോകുന്നു, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു, ഒരു വിവാഹത്തിന് ശേഷം കുറേ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റേണ്ടി വരുന്നു. അങ്ങനെയുള്ള സമയത്ത് അവർ പകച്ചു പോവുകയും ഒന്നും ചെയ്യാനില്ലാതെ പാരൻസിലോട്ട് തിരിഞ്ഞ് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ആ സമയത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം നമ്മുടെ എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇഷ്യൂസാണ് സഫറിങ്, ഈവിൾ ആൻഡ് ഡെത്ത് എന്ന് പറയുന്നത്. നമ്മളെ ലൈഫ് ഫണ്ടമെൻ്റലി പലതരത്തിലുള്ള ടഫ് സിറ്റുവേഷൻസിലൂടെ പോകുമെന്നുള്ളതൊരു റിയാലിറ്റിയാണ്. പക്ഷെ പാരൻസ് ഭയങ്കരമായിട്ടുള്ളൊരു കംഫർട്ട് സോണിലും സേഫ് സോണിലുമാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഈ ടീനേജ് പ്രായത്തിലൂടെ കൊണ്ടുവരുമ്പോൾ അവർ ആഫ്റ്റർ 15 ഇയർ ഓൾഡ് മോസ്റ്റ്ലി ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇവർ ഫേസ് ചെയ്യുമ്പോൾ പബ്ലിക് എക്സാം, അതായത് ഇപ്പം SSLC അല്ലെങ്കിൽ 10th എന്ന് പറയുന്നതാണ് ആക്ച്വലി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു പബ്ലിക് എക്സാം എന്ന് പറയുന്നത്. എല്ലാവരും വൈഡായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് മോസ്റ്റ്ലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ. അതിനുശേഷം വരുന്ന 17 വയസ്സിൽ വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, എൻട്രൻസ് എക്സാമിനേഷൻ. ഈ ഒരു ഏജ് പീരീഡിലാണ് ആക്ച്വലി അവർ റിയാലിറ്റിയെ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യുന്ന ടൈം. അവിടെ അവർക്ക് പലപ്പോഴും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയാതെ പോകുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ അത് കുട്ടികളെ നേരത്തെ തന്നെ ലൈഫ് ബേസിക്കലി ടഫായിട്ടുള്ളൊരു ഗെയിമാണ്. ഓക്കെ, ഒരു മീനിങ് ഉണ്ട്, ബ്യൂട്ടി ഉണ്ട്, ത്രില്ലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടഫായിട്ടുള്ളൊരു എൻ്റർപ്രൈസസ് ആണ്. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ടും കമ്മിറ്റ്മെൻറ്റോടുകൂടെയും ലോങ് ടൈം ഗോള് പെർസ്യൂ ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർലി നാവിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക ഉള്ളൂ എന്നുള്ള റിയാലിറ്റി കുട്ടികളെ ചെറുപ്രായത്തിലേ തന്നെ അവരെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പാരൻസ് എല്ലാത്തിനും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു സേഫ് ഹെവനാക്കി നമ്മുടെ കുട്ടികളുടെ എൻവയോൺമെൻറ്റ് ആക്കിക്കഴിഞ്ഞാൽ അവർ ഈ ലോകത്ത് പുറത്തേക്ക് വരുമ്പോൾ ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് മോസ്റ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം. ഓക്കെ, നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഹലോ.
ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എൻ്റെ പേര് അരുൺ എന്നാണ്. ഉം. സ്ഥലം കൂടെ പറയാമോ? ചേട്ടൻ കൊല്ലത്താണ്, കൊല്ലം കണ്ണാലായിരുന്നു. ഓക്കെ, സംസാരിച്ചോളൂ. ഓക്കെ അരുൺ പറഞ്ഞോളൂ. നേരത്തെ ഒരു കോള് ഞാൻ കേട്ടിരുന്നു. അപ്പൊ അതേ സെയിം ഇഷ്യൂ ആണ് എന്റെയും പ്രശ്നം. പെട്ടെന്ന് ദേഷ്യം വരിക. പുറമെ പുറത്താരോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. ആ വീട്ടില് അച്ഛനമ്മ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് ആ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അരുണിൻ്റെ ഏജ് എത്രയാണ്? സെയിം ഏജാണ് സാർ, 28. ഓക്കെ. അരുണിൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനമ്മ, ആ ചേട്ടൻ മരിച്ചുപോയി. പിന്നെ പെങ്ങളുണ്ടായി. ജോലിക്ക് പോകുന്നുണ്ടോ അരുൺ? ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പൊയ്ക്കൊണ്ട് ഒരു സെയിൽസ്മാനായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം അതിനും കുറവാതെ. ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ട്? ഉറക്കം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. എന്തോ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളാ. എന്ത് ചിന്തകളാണ് വരുന്നത്? എന്താണെങ്കിലും വെറുതെ എന്തെങ്കിലും ഒക്കെ ചിന്തിച്ചു വിട്ടിട്ടുണ്ടോ, നാളെ എന്ത് ചെയ്യും? ഓക്കെ. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കൺസേൺ ആണോ? ഫ്യൂച്ചറിനെ കുറിച്ച് അങ്ങനത്തെ ഉള്ള ഒരു ചിന്തകളൊന്നുമില്ല. നാളത്തെ ദിവസം എങ്ങനെ തള്ളി നീക്കുന്നുള്ള ചിന്തയാ. ജോലിക്ക് എന്താണ് ആക്ച്വലി പോവാത്ത കാര്യം എന്താണ്? അത് മുടങ്ങാൻ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇടയ്ക്ക് വെച്ച് സെയിൽസ്മാൻ എന്ന് പറഞ്ഞില്ല, സെയിലിന്റെ ഇഷ്യൂസ് കളക്ഷൻസ് പറയുമ്പോഴത്തേക്ക് മുതലാളിമാരെ പോലുണ്ടല്ലേ. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഇഷ്യൂ ദേഷ്യം എന്ന് പറയുന്നത് വീട്ടിൽ മാത്രമാണോ അതോ ഓഫീസിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ദേഷ്യം വരാറുണ്ടോ? ഇല്ല, ഫ്രണ്ട്സിനോടൊന്നും വലിയ പ്രശ്നമില്ല. ഫ്രണ്ട്സൊന്നും അങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ല. വീട്ടിലെ അമ്മ, കുടുംബക്കാരും, ഓഫീസിലോ കൂടെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് അവരുടെ അടുത്തൊക്കെ എങ്ങനെയാണ്? ഇല്ല, അവരുടെ അടുത്തൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ അമ്മയടുത്തും അച്ഛനടുത്തും അങ്ങനെ അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ മാത്രമാണ് ആക്ച്വലി ദേഷ്യമെങ്കിൽ സാധാരണ അതൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. ഇപ്പം പാരൻസുമായിട്ട് അരുണിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബന്ധത്തിലുള്ള ചില അകൽച്ചകളോ തർക്കങ്ങളോ കാരണം അത് മാനിഫെസ്റ്റ് ചെയ്ത് റീസെൻ്റ്ലി നടക്കുന്ന കോൺവെർസേഷൻസ് എല്ലാം തന്നെ ഒരു ഇറിറ്റബിളായിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതാവാനാണ് സാധ്യത. അതാണ് ആദ്യം നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പം അതായത് അച്ഛനും അമ്മയുമായിട്ടുള്ള നിലവിലുള്ള റിലേഷൻഷിപ്പ് കുറേ കൂടെ ബെറ്റർ ആക്കാനും ഓൾറെഡി നിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പരമാവധി ക്ലിയർ ചെയ്യുകയും അല്ലെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ റിലേഷൻഷിപ്പ് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം അരുണിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫാദറും മദറും ഒക്കെ അല്ലേ? അതെ. അപ്പോൾ ഫസ്റ്റ് അരുൺ ഒന്ന് ഈ പറഞ്ഞ കാര്യം, അതായത് പാരൻസുമായിട്ടുള്ള അല്ലെങ്കിൽ ഫാദറും മദറുമായിട്ടുള്ള അരുണിൻ്റെ നിലവിലെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ എത്ര ഇമ്പ്രൂവ് ചെയ്താലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ചില റിലേഷൻഷിപ്പുകളുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ അരുണിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു മാക്സിമം ശ്രമം നടത്തുക ആ റിലേഷൻഷിപ്പ് കുറേ കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രോബ്ലം ക്ലിയർ ചെയ്യുമ്പം മേ ബി അല്ലെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു പ്രോബ്ലം സോൾവ് ആവാനാണ് സാധ്യത. എന്നിട്ടും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഇറിറ്റബിലിറ്റി നിൽക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാനോ മുന്നോട്ട് പോകാനോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് അരുണിൻ്റെ ഹിസ്റ്ററി എടുക്കുകയും കുറേ കൂടെ സ്ട്രെസ്സസൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയും വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യും, കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള അഡ്വൈസ് കിട്ടുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? അപ്പോൾ അരുണൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ. ഓക്കെ, വിളിച്ചതിന് നന്ദി. സർ, വീട്ടിലെ അന്തരീക്ഷം അല്ലെങ്കിൽ ഇപ്പോൾ ബ്രോക്കൺ ഫാമിലി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മൾ ഫാമിലി മെമ്പറിൻ്റെ മരണം അതുപോലത്തെയൊക്കെ കാര്യങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ, നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു എക്സാം പാസ്സായി അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആഗ്രഹിച്ച പോലെ ഒരു ജോലി ഇതൊന്നും നേടാൻ പറ്റിയില്ല എന്നുള്ള ഒരു ചിന്ത കൗമാരക്കാരിൽ വളരെയധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ആ ഇൻസെക്യൂരിറ്റിയോട് കൂടി വളർന്ന് അഡൽട്ട്ഹുഡിലോട്ട് എത്തുമ്പോൾ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ നമ്മൾ വിളിച്ച 2-3 ശ്രോതാക്കളുടെയും പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ആ ഒരു ടീനേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരിപ്പോൾ ഒരു 28-30 അറൗണ്ട് ആ ഒരു പ്രായത്തിലെത്തി നിൽക്കുമ്പോൾ പോലും അവർക്കത് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് എന്ന്. അപ്പോൾ അത് ടീനേജിൽ തന്നെ ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നാമത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മളെങ്ങനെയാണ് നമ്മൾക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, റിസോഴ്സസ് എന്താണെന്നുള്ളതിനെ പറ്റി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള
ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള മോട്ടിവേഷൻസിൻ്റെ, നമ്മൾക്കിപ്പം ധാരാളം ഓൺലൈനിൽ മോട്ടിവേഷൻസ്, ഒരു റിയാലിറ്റിയുമായിട്ടൊരു ബന്ധമില്ലാത്ത മോട്ടിവേഷൻസാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ബേസിലാണ് നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഫ്രസ്ട്രേഷൻ കൂടാനും ഫ്യൂച്ചറിൽ പ്രോപ്പർലി കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വരാനും വളരെ ഡ്രാസ്റ്റിക്കായിട്ട് നമ്മൾ ഫെയിൽഡായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് മാറ്റി നിർത്തിയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ ലൈഫിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് നമുക്ക് വലുതാവുക എന്നുള്ളതിനേക്കാൾ ഉപരി വളരെ സ്ലോ ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്ത് ഒരു മോണിറ്ററി ഗെയിൻ ഉണ്ടാക്കി വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പലരും അവരുടേതായിട്ടുള്ള എബിലിറ്റിയെ കണക്കാക്കാതെ അൺറിയലിസ്റ്റിക്കായിട്ട് എയിം ചെയ്യുകയും സോഷ്യൽ സ്റ്റാറ്റസ്, അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ ലൈഫിനെ മുന്നോട്ടേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് പലരും അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താതെ വരികയും വലിയ രീതിയിലുള്ള ഫ്രസ്ട്രേഷനിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് നോർമലായി ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതെ, വാസ്തവം. അതെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയാമോ? എന്റെ പേര് അജീഷ് എന്നാണ്. അജീഷ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂർ. ഓക്കെ, സംസാരിച്ചോളൂ. നമസ്കാരം സാറേ. നമസ്കാരം, പറഞ്ഞോളൂ. സാറിന് അതായത് ഞങ്ങളെ അമ്മയ്ക്ക് ഒരു മാനസിക പ്രയാസങ്ങൾ, അതായത് പിന്നെ ഓർമ്മയില്ലാത്ത രീതിയിൽ സംസാരിക്കുക ആളെ. എത്ര വയസ്സായി അമ്മയ്ക്ക്? അമ്മയ്ക്ക് 85 വയസ്സായി. ഓക്കെ. അപ്പം ആള് ഓർമ്മയില്ലാത്ത രീതിയിൽ തെറി പറയുകയും അങ്ങനെയുള്ള മാനസിക ഇതുവരെ ഉണ്ടായിട്ട് ഇപ്പൊ ഈ അടുത്ത കാലഘട്ടമായിട്ട് അങ്ങനെ പിന്നെ ഭയങ്കര തെറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിച്ചോണ്ട് പറയും. അങ്ങനെയൊക്കെ അതെന്താ പറയുന്നതിനെ പറ്റി? അത് കൂടുതലും ഈ ഏജ് 80+ ഇയേഴ്സ് ഓൾഡൊക്കെ ആകുമ്പോൾ ബ്രെയിനിൽ, നമ്മുടെ തലച്ചോറിലൊക്കെ ചില വ്യതിയാനങ്ങൾ വരുന്നത് കാരണം, അട്രോഫി എന്നൊക്കെ പറയും. അപ്പോൾ അത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ വരുന്ന കാരണം അവരുടേതായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും പെർസെപ്ഷനും കുറച്ച് നോർമലി അതിനു മുന്നേ ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെക്കാളും വ്യത്യസ്തമായിട്ട് സാധാരണ വരാറുണ്ട്. പക്ഷേ അത് മോസ്റ്റ്ലി തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനുള്ള മെഡിസിൻസ് കിട്ടുകയും കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫങ്ഷനിങ് അമ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിട്ടാണ് പലപ്പോഴും ഈ ഒരു പ്രോബ്ലം ഞാൻ കണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് അജേഷ് വിചാരിക്കുന്ന പോലെ അത്ര വലിയ രീതിയിൽ കൺസേൺ ആവേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമുക്ക് തീർച്ചയായിട്ടും ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. തലച്ചോറിനകത്ത് വരുന്ന വ്യതിയാനങ്ങൾ കാരണമാണ് അത് വരുന്നത്. അത് പ്രോപ്പർലി തന്നെ മാനേജ് ചെയ്ത് അമ്മയുടെ നിലവിലുള്ള സിറ്റുവേഷൻ കുറേ കൂടെ ബെറ്ററായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, അമ്മ പറയുന്ന എല്ലാ കാര്യത്തിനും നമ്മള് സപ്പോർട്ടാ. അമ്മ എന്ത് പറയുന്നോ അതിന്റെ സപ്പോർട്ട്. പക്ഷെ അമ്മയ്ക്ക് പിടിവാശിയും ഭയങ്കര വാശിയും വേറൊരു ബേസിലാ അമ്മ പെരുമാറുന്നത് നമ്മളോടൊക്കെ. അത് മനസ്സിലായി. അത് അമ്മ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ആക്ച്വലി. അത് അജേഷ് അല്ലെങ്കിൽ മക്കളും അമ്മയ്ക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സേവനം കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കാത്തത് കൊണ്ടോ ആയിരിക്കില്ല. അവർക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. അവരുടെ തലച്ചോറിൽ വന്നിരിക്കുന്ന ചില വ്യതിയാനങ്ങൾ കൊണ്ടാണ്. ഈ പറയുന്ന ഏജ് ഗ്രൂപ്പിൽ ഈ പറഞ്ഞ പ്രോബ്ലം സാധാരണ കാണാറുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ബെറ്ററായിട്ട് അമ്മയുടെ ഭാഗത്തു നിന്നുള്ള സംസാരവും അല്ലെങ്കിൽ നിങ്ങളോടുള്ള സമീപനവും ഇടപെടലും മെച്ചപ്പെടാനാണ് സാധ്യത. സാർ, ഒരു സംശയം കൂടി ചോദിക്കട്ടെ. സാർ, ഈ സൈക്കാട്രിയെ കാണിക്കണം എന്നാണോ സാർ പറയുന്നത്? അതെ, സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതാണ് നല്ലത്. അതെ, നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണുന്നു എന്ന് വിചാരിച്ച് അങ്ങനെ വലിയ എന്താ പറയുക ഒരു സ്റ്റിഗ്മ പോലെ കാണേണ്ടുന്ന കാര്യമൊന്നുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഫങ്ഷനിങ്, അമ്മയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള മാനസിക അവസ്ഥ കുറച്ചുകൂടെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്, അമ്മയുടെ കൺട്രോളിലില്ലാത്ത കാര്യമാണല്ലോ ഇപ്പം തലച്ചോറിൽ വന്നിരിക്കുന്ന വ്യതിയാനം. അമ്മ വിചാരിച്ചാൽ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ മരുന്ന് കഴിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കാട്രിസ്റ്റിനെ കാണുന്നത്. അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ, വിളിച്ചതിന് നന്ദി. നമ്മളിപ്പോൾ കൗമാരക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ഈ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശ്രോതാക്കൾ ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ. അഡോളസെൻ്റ് അല്ലെങ്കിൽ ടീനേജിൻ്റെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ വിഷയം.
കൗമാരക്കാരിലെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF മറുപടി നൽകുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേൾക്കുന്നത്. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സാർ, ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് വളരെയധികം ശരീരഭാരത്തെയും ഒക്കെ അല്ലെങ്കിൽ ആകൃതിയെയും കുറിച്ചുള്ള ആശങ്കകളുള്ള യുവത്വത്തിനെയാണ്. അപ്പോൾ എല്ലാവരും സിനിമാ നടിയുടെ ശരീരാകൃതി വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഡലിൻ്റെ ശരീര ആകൃതി വേണം എന്ന് വിചാരിച്ചിട്ട് ശരീരഭാരത്തെക്കുറിച്ച് ഓവർലി അവർ കൺസേൺഡ് ആണ്. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണ ക്രമക്കേടുകൾ വരെ, അനോറെക്സിയ നെർവോസ, ബുള്ളിമിയ നെർവോസ പോലെയുള്ള ക്രമക്കേടുകൾ വരെ ആ ഒരു എക്സ്ട്രീം ഘട്ടത്തിൽ വരെ എത്തുന്ന തരത്തിൽ അവരവരുടെ രീതിയെ മാറ്റിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ ശരീരത്തിനെ അക്സെപ്റ്റ് ചെയ്യുക, മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യുക, സാഹചര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവർക്ക് പറ്റാത്തത്? ഇവർ പലപ്പോഴും ലൈഫിനെ റിയലിസ്റ്റിക് ആയിട്ട് കാണുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഇപ്പം ഈ അനോറെക്സിയ നെർവോസ ഈ അടുത്ത കാലത്ത് ധാരാളം കേസുകൾ അത്തരത്തിൽ വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കൂടുതലും ഫീമെയിൽസിലാണ് അത് കൂടുതലായിട്ടും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പം പലപ്പോഴും ഒരു ഗോൾ അവർ അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ വെയിറ്റ് ഈവൻ 34 35 ആയിരിക്കും. ആക്ച്വലി അവർക്ക് 50+ ആയിട്ടുള്ള വെയിറ്റ് ഉള്ള ആളാണ് നിലവിൽ 34 33 നിൽക്കുന്നത്. അതിനെ വീണ്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ആക്ച്വലി അവർക്ക് തന്നെ അറിയാം അത് ഇറാഷണലാണ്, അവർക്ക് തന്നെ അറിയാം ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ അത് രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്ന് സൈക്കോളജിക്കലി അതിനകത്തുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഇറാഷണൽ ആയിട്ടുള്ള പാർട്ട് തെറാപ്പികളിലൂടെ, ടോക്ക് തെറാപ്പികളിലൂടെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ എത്ര രീതിയിൽ നമ്മൾ ടോക്ക് തെറാപ്പിയിലൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചാലും ചില കേസുകളിൽ അവർക്ക് സൈക്കാട്രിക് കൺസൾട്ടേഷൻ കൂടെ ആവശ്യം വന്നേക്കാം. അവരുടെ മൂഡ് കുറേ കൂടെ സ്റ്റെബിലൈസ് ചെയ്യാനും ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനും പ്രോപ്പറായിട്ട് അവർക്ക് ഉൾക്കൊള്ളാനും വേണ്ടിയിട്ട് അത്തരത്തിൽ അവർ മെഡിസിനും കൂടെ എടുക്കേണ്ടി വരുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പം ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇതിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ പോസ്റ്റ് ചെയ്യുന്നവരൊക്കെ തന്നെ അവർ റിയാലിറ്റി അല്ലെങ്കിൽ ട്രൂത്ത് എന്താണെന്ന് കൺവേ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി മാക്സിമം റീച്ചും ലൈക്കും കിട്ടുക എന്നുള്ളതാണ് അവർ എയിം ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരുടെ വീക്കായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ചൂഷണം ചെയ്യുന്ന രീതിയിൽ പോസ്റ്റുകളും അത്തരത്തിലുള്ള ഐഡിയകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ അത് വലിയ രീതിയിൽ റീച്ച് കിട്ടുകയും ആൾക്കാരുടെ ഇടയിൽ ഇത്തരത്തിൽ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവരത് ലൈഫിൽ അപ്ലൈ ചെയ്യും. അവരുടെ ലൈഫ് അത് വലിയ രീതിയിൽ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും നമ്മുടെ കൗമാരക്കാർ ഫോളോ ചെയ്യുന്നത് ഇവർക്കൊന്നും ഈ എക്സ്പെർട്ടൈസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും മിക്കവാറും സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഡയറ്റ് ഫോളോ ചെയ്യൂ, അല്ലെങ്കിൽ ഈ രീതിയിൽ എക്സസൈസ് ചെയ്യൂ, അങ്ങനെ തെറ്റായ സന്ദേശം നൽകുന്ന ആൾക്കാർക്കൊന്നും ഒരു ആധികാരികമായിട്ടുള്ളൊരു എക്സ്പെർട്ടൈസ് ഉണ്ടാവണമെന്നില്ല എന്നുള്ള അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ തന്നെ ഉണ്ട്. അത് മാത്രമല്ല, ചില എക്സ്പേർട്സ് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അത് റിയാലിറ്റി മറച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് റൺ ചെയ്യുന്ന കണ്ടന്റ് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ അത് ആൾക്കാരുടെ ഇടയിൽ ഒരു തെറ്റായ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും, കുട്ടികളുടെ ഇടയിലൊക്കെ തന്നെ. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, ആരാണ് വിളിക്കുന്നത്? പേര് പറയാമോ? മറിയം. സ്ഥലം കൂടെ പറയാമോ? ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദുബായിൽ നിന്ന് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മളുടെ കുട്ടിക്ക്, എന്റെ മകന് 20 വയസ്സുണ്ട്. അവന്റെ പ്രധാന പ്രശ്നം ഉറക്കമാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ അവന് രാത്രി എത്ര വൈകിട്ടും ഉണർന്നിരിക്കാൻ പറ്റും, പക്ഷെ രാവിലെ ഉണരാൻ പറ്റില്ല. അപ്പം പലപ്പോഴും അവൻ അലാം കേട്ട് ഉണരാറില്ല. അപ്പോ മിക്കവാറും കോളേജിലെ ഫസ്റ്റ് അവരൊക്കെ മിസ്സാകും. അവനത് ഫിക്സ് ചെയ്യണമെന്നുണ്ട്, അവനെ കൊണ്ട് വിചാരിച്ചിട്ട് അത് പറ്റുന്നില്ല. പിന്നെ അവന് ഒരുപാട് ഡിസോർഗനൈസ്ഡ് ആണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു കൃത്യമായിട്ടൊന്നും ചെയ്യാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ അവന് തന്നെ അറിയാം അവൻ സ്ട്രഗ്ലിംഗ് ആണ്, അവനൊരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നുള്ളത്. അവൻ ചെറുപ്പത്തിൽ ഡിസ്ലെക്സിക് ആയിട്ട് ഡയഗ്നോസ് ആയതാണ്. അപ്പോ പോസിബിൾ ട്രേറ്റ്സ് ഓഫ് ADHD ഉണ്ടാവാം. അപ്പൊ ഞാന് ഇപ്പം ഒരു
ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഒരു അസസ്മെന്റ് എടുത്ത് അതിനെ ബേസ് ചെയ്ത് എന്റെ കുട്ടിക്ക് ഒരു CBT-യോ അല്ലെങ്കിൽ എന്താണ് എന്ന് മുമ്പോട്ട് ഡിസൈഡ് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോകുന്നതാണോ? കാരണം ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മള് ഇങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറപ്പിയിലേക്ക് നേരിട്ട് ചെല്ലുമ്പോൾ അവർ ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് ഈ സെഷൻസ്. അപ്പം അത്യാവശ്യം നല്ല ചാർജുമാണ്. അപ്പൊ നമുക്കിതിന് ഒരു എൻഡ് എപ്പോഴാണെന്നൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം ഇതാണ് എന്റെ ചോദ്യം. അസസ്മെന്റ് ചെയ്ത് അവനെ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാല് അത് അവന് ഉപകാരം ചെയ്യുവോ അതോ അവനെ കൂടുതൽ ക്രിപ്പിൾ ചെയ്യുവോ? എനിക്ക് ഈ പ്രശ്നമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്താണ് ഒരു റൈറ്റ് അപ്രോച്ച് ആസ് എ പേരന്റ് that I can do? എൻ്റെ അഭിപ്രായത്തിൽ ആക്ച്വലി നമ്മളിപ്പോൾ അസസ്മെൻറ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് ലേബൽ ചെയ്യുക എന്നുള്ളത് അത്ര ഒരു റൈറ്റ്ഫുൾ സ്ട്രാറ്റജി ആയിട്ട് തോന്നില്ല. പല സൈക്കോളജിസ്റ്റുമാരും പല രീതിയിലാണ് അതിന് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ മാഡം ചെയ്യേണ്ടത് ആക്ച്വലി സിംറ്റമാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് എന്തൊക്കെയാണ് നിലവിൽ നമ്മുടെ മകന് ഉള്ള പ്രോബ്ലംസ്, അതിനെ ബേസ് ചെയ്ത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കോർ ഇഷ്യൂ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അത് അഡ്രസ്സ് ചെയ്യും. അത് ബിഹേവിയറൽ ടെക്നിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ CBT ഏതെങ്കിലും തെറാപ്പി വെച്ചിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എപ്പോഴും ബെറ്റർ. അപ്പം നമുക്ക് ആ ഫങ്ഷനിങ്, അതായത് അതിലുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വിസിബിളായിട്ട് കാണാനും കഴിയും. അതുപോലെ തന്നെ അതാണ് എനിക്കെന്നുള്ള ഒരു കോർ ബിലീഫിൽ ആ ഇൻഡിവിജ്വൽ ആയി പോകത്തുമില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതെ. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മളിപ്പം നേരിടുന്ന ഇതിൽ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങൾ മാഡം പറഞ്ഞു. ഉറക്കക്കുറവില്ല. ആക്ച്വലി ആ സ്ലീപ്പ് സൈക്കിളിൽ ഉറക്കം തുടങ്ങുന്നതും ഉറക്കം അവസാനിക്കുന്നതും തെറ്റിയായിട്ടാണ് ഉള്ളത് നിലവിൽ. ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ കൂടുതലും ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് ലേറ്റായിട്ട് ഉറങ്ങുക, ലേറ്റായിട്ട് എഴുന്നേൽക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം അത് ഫിക്സ് ചെയ്ത് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഒരു റൂട്ടീനൊക്കെ ആദ്യം ഫിക്സ് ചെയ്തിട്ട് ഗ്രാജുവലി നമ്മുടെ ഈ ബിഹേവിയറും പ്രോബ്ലംസും കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു പരിധിവരെ മാനേജ് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പം ഒറ്റയടിക്ക് നമ്മളൊരു റാഡിക്കലായിട്ടുള്ളൊരു ചേഞ്ച് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ഗ്രാജുവലി, വളരെ സ്ലോ ആയിട്ട്, അതായത് ഞാനീ പറഞ്ഞ പോലെ ആദ്യം ഉറക്കം ഫിക്സ് ചെയ്യുക, പിന്നെ ഒരു റൂട്ടീൻ, ഡെയിലി ആക്ടിവിറ്റീസ്, ഫുഡ് കഴിക്കുന്നത്, എക്സർസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈം ഫിക്സ് ചെയ്യുക. അങ്ങനെ ഗ്രാജുവലി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കുറേ കൂടെ പ്രൊഡക്റ്റീവും അതുപോലെ തന്നെ റെഗുലറും പഞ്ച്വലും ഒക്കെ ആയി വരുന്ന സിറ്റുവേഷനിലേക്ക് വരാൻ സാധ്യത ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സാറ് എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഓൺലൈൻ സെഷൻ ചെയ്യാറുണ്ടോ? അല്ല, നിങ്ങൾക്കിപ്പം എനിക്ക് പറയാനുള്ളത് ആക്ച്വലി നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് നല്ലത്. നിയറസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സെൻറ്റേഴ്സ് നോക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വിളിച്ചതിന് നന്ദി. സർ, പ്രായമായ കൗമാരക്കാരിലും യുവാക്കളിലും, അതായത് ഒരു 15 മുതൽ 29 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ കാര്യത്തിലാണെങ്കിലും മരണത്തിൻ്റെ മൂന്നാമത്തെ പ്രധാന കാരണം ആത്മഹത്യയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ 10-ാം തീയതി നമുക്ക് ആത്മഹത്യ പ്രതിരോധ ദിനം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് നാൾ വളരെ പ്രൊഡക്റ്റീവായി ജീവിച്ച് നന്നായി സൊസൈറ്റിക്കും അതുപോലെ തന്നെ കുടുംബത്തിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടുന്ന ആൾക്കാരാണ് ഈ ഇടയ്ക്ക് വെച്ച് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അവരെ ജീവിതത്തിലോട്ട് ഇങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പർപ്പസ് എന്ന് അവർക്ക് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുക? ഇപ്പം സൂയിസൈഡ് പലപ്പോഴും പ്ലാൻഡ് ആയിട്ടും ഉള്ളതുണ്ടാവും, അല്ലെങ്കിൽ ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് വരുന്ന സൂയിസൈഡ് ഉണ്ടാകാറുണ്ട്. ഇപ്പം ടീനേജേഴ്സിനിടയിൽ ഈ റീസെൻ്റ്ലി സൂയിസൈഡ് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ സൂയിസൈഡിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഡെലിബറേറ്റ് സെൽഫ് ഹാം എന്ന് പറയും, ഇപ്പോൾ ICUയിലും അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത് അറ്റംപ്റ്റ് ചെയ്തത്, ആ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? മോസ്റ്റ്ലി കുട്ടികളൊക്കെ പറയുന്നത് ഓൺലൈൻ വഴിയാണ് അവർക്കിത് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടണമല്ലോ, ആ ഇൻഫർമേഷൻ അവർക്ക് കളക്ട് ചെയ്തിരിക്കുന്നത് ഓൺലൈനിലാണ്. അപ്പം ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ടീനേജ് പ്രായത്തിൽ പാരൻസ് തന്നെയാണ് ആക്ച്വലി ഇതിനകത്ത് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അഡൽട്ടിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും
ടീനേജേഴ്സും പ്രത്യേകിച്ച് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരുടെ കേസിൽ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, അവരുടെ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതും, അവരുടെ തോട്ട്സ് എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോബ്ലംസാണ് അവരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ അറ്റ്ലീസ്റ്റ് ഡിന്നർ മീൽ ടൈം ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം അവരുടെ ഇന്ന് സ്കൂളിൽ അല്ലെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് കാര്യങ്ങൾ കണ്ട എന്തൊക്കെയാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണ്, അതെല്ലാം തന്നെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ മറുവശം എന്താണ്, പ്രത്യേകിച്ച് ടീനേജ് ഗ്രൂപ്പിൽ ഇപ്പം 12 വയസ്സ് കഴിയുമ്പോഴൊക്കെ തന്നെ അവരുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റിയും അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ് ആക്ച്വലി 12 വയസ്സിന് ശേഷമുള്ള ഒരു സമയത്ത്. അപ്പോൾ വീട്ടിൽ ഫാമിലി ഡിന്നർ ടൈം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റിൽ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വെസ്റ്റേൺ കൺസെപ്റ്റിൽ ആക്ച്വലി അത് കുറേ കൂടെ യൂസ്ഫുള്ളായിട്ടാണ് കാണുന്നത്. അവരുടെ പ്രോബ്ലംസ് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ, നമുക്കിതുപോലെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ കഴിയുന്ന, അവരുടെ ഫേസിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കാനും, ഒരു മൂഡിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അഫക്റ്റിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ കുറേ കൂടെ റീഡ് ചെയ്യാനൊക്കെ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടൈമാണ് ഈ മീൽ ടൈം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിന്നർ ടൈം. അപ്പോൾ അത് കുട്ടികളെ കുറേ കൂടെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യിപ്പിക്കുകയും മോറലി ഗ്രൗണ്ടഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല പ്രോബ്ലംസും നമുക്ക് ഓവർകം ചെയ്യാനും പാരൻസിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ 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 ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ആറ്റിങ്ങിൽ നിന്ന് ലതയാ വിളിക്കുന്നത്. ഓക്കെ ലത, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ. സാറേ, എന്റെ മോന് വേണ്ടി അവന് 36 വയസ്സ്, അവന് 4 വർഷം കൊണ്ട് അവന് എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇങ്ങനെ വന്നത്. അപ്പൊ നല്ല പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിരുന്നു. പിന്നെ +2 നല്ല മാർഗമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് കൊണ്ട് ചേർത്തിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം കൊണ്ട് +1 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. +2 പാസ്സായതിനു ശേഷം ഒരു കോഴ്സിന് കൊണ്ട് ചേർത്ത് കംപ്ലീറ്റ് ചെയ്തില്ല. അതിനുശേഷം പിന്നെ വേറൊരു കോഴ്സിന് അതൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ അങ്ങനെ ഗൾഫില് പോയി 6 മാസം നിന്നിട്ട് അവിടെ നിന്ന് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വല്ലാത്ത ഒരു ഇതൊക്കെ കാണിക്കുന്നു. അങ്ങനെ സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് സിസോഡോണെന്നും പറഞ്ഞൊരു തുല്യ മരുന്ന് തന്നു. മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? റെഗുലറായിട്ട് മരുന്ന് കഴിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നോ? അറിയാതെ ആഹാരത്തിൽ ചേർത്താ കൊടുക്കുന്നത്. അറിയത്തില്ല, ഇന്നും ഇപ്പോഴും മരുന്ന് കഴിക്കുന്ന മോൻ അറിയത്തില്ല. അറിയാതെ ആഹാരത്തിൽ ചേർത്താ കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറവ് വന്നപ്പോഴത്തേക്ക് സിസോഡോൺ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ചില ഈ ലൈംഗിക ചേഷ്ടകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഡോക്ടറോട് ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഈ വേറൊരു ഒളാനെക്സ് പ്ലസ് എന്നും പറഞ്ഞൊരു മരുന്നും കൂടെ, അതും കൂടെ ഗുളികയും കൂടെ പറഞ്ഞു, അതും കൂടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അത് കൊടുത്ത് കഴിഞ്ഞ് കുറെ ആൾ കഴിഞ്ഞപ്പോ മാറ്റമുണ്ട്. കഴിഞ്ഞിട്ട് ഇപ്പം സിസോഡോൺ എത്തി. ഒളാനെക്സ് പ്ലസ് ഓരോന്നും വെച്ച് കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് തുടർച്ചയായിട്ട് കൊടുത്തോണ്ടിരുന്ന അവരുടെ പ്രശ്നം വരുമോ? അത് തീർച്ചയായിട്ടും മാഡം, അത് തുടർച്ചയായിട്ട് കൊടുക്കേണ്ടുന്ന മരുന്നുകളാണ് എൻ്റെ അറിവ് പ്രകാരം. മരുന്നുകളൊന്നും നമ്മൾ സ്വയമായിട്ട് നിർത്താനായിട്ട് പാടില്ല. സൈക്കാട്രിസ്റ്റിനെ റെഗുലറായിട്ട് കാണുകയും റിവ്യൂ എടുക്കുകയും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവരോട് പറയുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ യാതൊരു കാരണവശാലും നിങ്ങളായിട്ട് ചേഞ്ചസ് വരുത്തരുത് എന്നുള്ളത് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനകത്ത് മാഡം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മകനെ സംബന്ധിച്ചിടത്തോളം തലച്ചോറിൽ വന്നിരിക്കുന്ന ചില രാസപ്രവർത്തനങ്ങളിലെ വ്യതിയാനങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള ബിഹേവിയറിലൊക്കെ വ്യത്യാസങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അത് ആ രാസപ്രവർത്തനങ്ങളിലെ വ്യതിയാനങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊരു ബാലൻസിലേക്ക്, ന്യൂറോ കെമിക്കൽ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്നുകൾ കഴിക്കുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ കഴിക്കുമ്പം ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുകയും, ഇപ്പം മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഫങ്ഷനിങ് ആയിട്ടുള്ള ലൈഫ് ഇപ്പം നിലവിൽ മകന് ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പോൾ അത് മരുന്ന് കഴിക്കാതിരിക്കുകയാണെങ്കിലാണ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് സാധ്യത എന്നാണ് എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മരുന്ന് തുടർന്ന് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അല്ല, ഇതിന് സൈഡ് എഫക്റ്റ് വല്ലതും ഉണ്ടാവും എന്നുള്ളൊരു സംശയം.
അപ്പം എല്ലാ മരുന്നുകൾക്കും അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകളുണ്ട്. ഈവൻ പാരസെറ്റമോൾക്ക് പോലും സൈഡ് എഫക്റ്റുകളുണ്ട്. പക്ഷേ നമ്മൾ ഒരു മെഡിസിൻ എടുക്കുമ്പോൾ അതിൻ്റെ മെയിൻ എഫക്റ്റ് അല്ലെങ്കിൽ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പം അതിൻ്റെ ബെനിഫിറ്റാണ് നമ്മൾ കൂടുതലായിട്ട് അതിനെ യൂസ് ചെയ്യുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ബെനിഫിറ്റ് കൂടുതലായിട്ടുണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെഡിസിൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ രീതിയിൽ കോസ്റ്റ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ബെനിഫിറ്റ് തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മെഡിസിൻ എടുത്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ആക്ച്വലി സഹായിക്കുക ലോങ് ടൈം. ഒരു വിവാഹ ജീവിതത്തിലോട്ടൊക്കെ പറ്റുമോ ഡോക്ടറെ? അത് ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ടൊരു ഇവാലുവേഷൻ ആവശ്യമാണ്. അത് നമ്മൾ കാണുന്നത് തന്നെ സൈക്കാട്രിസ്റ്റിനെ കണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് പിന്നെ കുട്ടി അത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആണെങ്കിൽ മരുന്ന് അവൻ അറിയാതെ കൊടുക്കുന്നത്. ഇപ്പോഴും രാത്രിയുള്ള ആഹാരത്തിൽ ചേർത്താ കൊടുക്കുന്നത്. ഇന്ന് മരുന്ന് കഴിക്കുന്നുള്ള അറിയത്തില്ല. സിസോഡം കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെ തലവേദന ഉണ്ടായിരുന്നു. തലവേദനയ്ക്കുള്ള മരുന്നൊന്നും പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് നിർത്തി. ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന ഒളാനസ് പ്ലസ് എന്നും പറഞ്ഞൊരു ഗുളികയാ. മനസ്സിലായി. അപ്പൊ ഒരു ജോലിക്കൊക്കെ പോകുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതെ. അപ്പം ഓൾറെഡി സൈക്കാട്രിസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രപ്പോസൽസ് നോക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഇല്ല. അങ്ങനെ നോക്കുന്നത് തന്നെയാണ്, ആ ഓർഡർ ഫോളോ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഞാൻ തീരുമാനിച്ച ഒരു പ്രപ്പോസൽ എല്ലാം റെഡിയായി വന്നിട്ട് അവനോട് കാര്യം പറഞ്ഞിട്ട് അവൻ സ്വയം കഴിക്കാനുള്ള എടുക്കുവാണെങ്കിൽ വിചാരിക്കുന്നു. അത് നിങ്ങൾ ഫാമിലിയിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചാൽ മതി. ഓക്കെ, ശരി, നമസ്കാരം സർ. നമുക്ക് ഈ പാരൻറ്റിങ് അവസാനിപ്പിക്കേണ്ട ഒരു ഏജ് ഉണ്ടോ? ശരിക്കും 18 വയസ്സിൽ നമ്മൾ പാരൻറ്റിങ് അവസാനിപ്പിക്കണം, അത് ലൈഫ് ലോങ് നമ്മൾ കുട്ടികളുടെ പാരൻറ്റ് ആയിട്ടിരിക്കണം, ഈ പാരൻറ്റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കണമോ? അത് ഇന്ത്യൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം വെസ്റ്റേൺ കൾച്ചറൊക്കെ നോക്കുകയാണെങ്കിൽ ഈ 13 വയസ്സിലാണല്ലോ ആക്ച്വലി നമ്മുടെ കൗമാരപ്രായം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർഷ്യലി അവർക്കൊരു ഫ്രീഡം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് 13 വയസ്സ് മുതൽ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 15 വയസ്സൊക്കെ ആകുമ്പം. ചില കൺട്രീസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15 വയസ്സാകുമ്പോൾ തന്നെ അവർ പാർട്ട് ടൈമായിട്ട് ജോലികളൊക്കെ ചെയ്ത് ഗ്രാജുവലി അവർ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 15 വയസ്സൊക്കെ ആകുമ്പം തന്നെ അവർക്കൊരു പാർഷ്യലി ഉള്ളൊരു ഫ്രീഡം, കൺട്രോൾഡ് ആയിട്ടുള്ള, അപ്പോഴും അവർക്ക് ഗൈഡൻസ് ആവശ്യമാണ്, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഫ്രീഡം അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 18 വയസ്സാകുമ്പം അവർക്കൊരു ഫുൾ ഫ്രീഡം കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ലൈഫ് തന്നെ തിരിഞ്ഞു നോക്കിയാലും പല കാര്യങ്ങളും നമ്മൾ ഡിസൊബേ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാരൻസ് പറയുന്ന പല കാര്യങ്ങളും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് ലൈഫ് കുറേ കൂടെ ബെറ്റർ ആക്കുന്നത്. എല്ലാവരുടെ കേസിലും അങ്ങനെ തന്നെയാണ്. അതല്ലാതെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് 18 വയസ്സിന് ശേഷവും കൺട്രോൾ ചെയ്ത് വിവാഹ ജീവിതത്തിന് ശേഷവും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും മെച്യൂരിറ്റി എത്താത്ത ഒരു അഡൽട്ടായിട്ട്, ചൈൽഡ് ബിഹേവിയർ ഉള്ള ഒരു അഡൽട്ടായിട്ടാണ് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈഫിൽ എത്രത്തോളം നേരത്തെ മെച്യൂരിറ്റി, അതായത് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ടൈം ഗെയിമിനേക്കാളും ലോങ് ടൈം ഗെയിമിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിനാണ് ആക്ച്വലി മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻസൈറ്റ് നേരത്തെ തന്നെ ഉണ്ടാവണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആക്ച്വലി 10ാം ക്ലാസ് കഴിയുമ്പം തന്നെ അടുത്ത് +2 കഴിഞ്ഞിട്ടുള്ള അഡ്മിഷനൊക്കെ ബുക്ക് ചെയ്ത് വെക്കുകയാണ്. അത് ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ ഒന്നും തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ അത് പിന്നീട് പഠിച്ചിറങ്ങി കഴിഞ്ഞ് ജോലി കിട്ടുമോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലരും അണ്ടർ എംപ്ലോയിഡ് ആണ്, അതായത് പഠിച്ച മേഖലയിലല്ല പലരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ പ്രോപ്പറായിട്ട് ലൈഫിനെ ഫിഗർ ഔട്ട് ചെയ്യാത്തതുകൊണ്ടും പ്ലാൻ ചെയ്യാത്തതുകൊണ്ടും ഓപ്പർച്യൂണിറ്റീസും അവൈലബിലിറ്റീസും എബിലിറ്റീസും പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കാത്തതും കൊണ്ടാണ്. അപ്പം ഒരു കുട്ടികളുടെ പാരൻറ്റിങ് കുറയ്ക്കേണ്ടുന്നത് ഈ പറഞ്ഞ പോലെ ഒരു 13 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിൽ ഫസ്റ്റ് സ്റ്റേജും 18 വയസ്സിന് ശേഷം സെക്കൻഡ് സ്റ്റേജും, മാരേജിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് അവരുടേതായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ അലൗ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ സപ്പോർട്ട് മാത്രമേ കൊടുക്കാവൂ, കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതോറിറ്റി എന്നുള്ള രീതിയിൽ
അവരുടെ മേൽ നമ്മൾ അധികാരം കാണിക്കുകയോ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ചെയ്യരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴും ഈ മെറ്റാകൊഗ്നീഷൻ, അതായത് 13 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പം നമ്മളെ തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഒരാൾ പടി അല്ലെങ്കിൽ അത് ചെയ്യുന്ന വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യണ്ട എന്നുള്ളൊരു റിബലിയസ് നേച്ചറിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാളെ പേഴ്സ്യൂ ചെയ്യുന്നത്, അത് ഫോഴ്സ് ഈസ് നോട്ട് എ ഗുഡ് മോട്ടിവേറ്റർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്തൊരിക്കലും അങ്ങനത്തെ ഒരു പാരൻറ്റിങ് ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പ് മുന്നോട്ട് പോകും തോറും പാരൻറ്റുമായിട്ട് ഒരു മോശം റിലേഷൻഷിപ്പ് വരാനും അവരിന്ന് ആക്ച്വലി റിയലിസ്റ്റിക്കലി എന്താണോ ഡെവലപ്പ് ചെയ്ത് വരേണ്ടത് അത് വരാതിരിക്കുന്നതുമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പേര് പറയാമോ? കാസർഗോഡ് വിളിക്കുന്നതാണ്. 27 വയസ്സുള്ള ഒരു എൻ്റെ മകനെ വിളിക്കുന്നു. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് നമ്പാനാണ്. ഓക്കെ പേര് ആശ്വാസ്. ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ. സാർ നമസ്കാരം സാർ. ആ, പറയണം. ഞാൻ ഒരു ഇതായിട്ട് ചോദ്യമാണ് ചോദിക്കുന്നത്. സാറേ, നമ്മൾ പലപ്പോഴും രക്ഷിതാക്കള് പിന്നെ കുട്ടികളോട് പിന്നെ പലപ്പോഴും ചില ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടതാണ്, ഞാനെന്ത് കുഞ്ഞാണോ എന്നാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പൊ കുഞ്ഞാണോ ചോദിക്കുമ്പോ നമ്മള് അവിടെ എന്താണ് നമ്മള് ഒരു എപ്പോഴും അവരെ ഇതിൽ ഭയങ്കരമായിട്ട് കൺസേൺ ആകുന്നു എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം. എന്റെ മകന് ഒരു ഉത്തരവായി ഞാനിപ്പോ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ഞാനെന്ത് കുഞ്ഞാണോ വലുതായില്ലേ ചിന്ത അതിൽ മനസ്സിലായി. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പം അവരോട് പറയേണ്ടുന്ന കാര്യങ്ങൾ കുഞ്ഞായിരിക്കുമ്പം തന്നെ പറയുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അഡൽട്ടായതിന് ശേഷം ഇപ്പോൾ 27 വയസ്സെന്നാണ് പറഞ്ഞ മകൻ്റെ പ്രായം. ആ പ്രായത്തിൽ നമ്മൾ 1, 2 അല്ലെങ്കിൽ 3 തവണ ആ മകനോട് പറയുക എന്നുള്ളതാണ്. അതിൽ കൂടുതൽ തവണ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറും ഈ സണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അകലും എന്നുള്ളതല്ലാതെ കൂടുതൽ ബലമൊന്നും ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. അപ്പം ഫാദർ എന്നുള്ള നിലയിൽ നമുക്കൊരു പ്രയാസം തോന്നും, ഞാൻ എൻ്റെ മകൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ എന്നുള്ളത്. അതിനകത്ത് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇങ്ങനെ ചോദ്യം, അതായത് നമ്മളിപ്പം പറയുമ്പോ ഇല്ലായിട്ടില്ല. അപ്പം നമ്മള് പഠിച്ചിട്ടുണ്ട്, HDC കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ മറ്റേ PGDC കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അവന്റെ പ്രയാസമുണ്ട്. അപ്പോ പിന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും പോകുന്നുണ്ട്, സോഷ്യൽ ആക്ടിവിറ്റീസുകളിലും ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും പോകുമ്പോൾ ഇത് പ്രശ്നമില്ല. ഇങ്ങനെ ചോദ്യം പലപ്പോഴും ഞാൻ കുഞ്ഞാണോ. അപ്പം നമ്മൾ ഫാദർ എന്നുള്ള നിലയിൽ മകനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഇപ്പോഴും കുഞ്ഞാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അപ്രോച്ചിൽ സംസാരിക്കാതെ പറയുന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെയും കുറെ കൂടെ ഒരു ഉപദേശം എന്നുള്ള നില, ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ കുറെ കൂടെ മകൻ മനസ്സിലാക്കാനാണ് സാധ്യത. അല്ല, ഞാനെല്ലാം അംഗീകരിക്കുന്നുണ്ട് സാർ. അവരെ വളരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ തന്നെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഞാനിത് പൊതുവായിട്ട് ചോദിച്ചതാണ്. മനസ്സിലായി. ഓക്കെ, ഞാൻ ചോദിച്ചതിന്റെ ആൻസർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, വിളിച്ചതിന് നന്ദി. സാറേ, നമ്മുടെ കൗമാരക്കാരെ അലട്ടുന്ന മറ്റ് പ്രശ്നങ്ങളിലൊന്നാണ് ഈ പ്രണയ പരാജയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കപ്പെടാതെ പോകുന്നത് പ്രശ്നങ്ങൾ ഗുരുതരമാക്കാറുണ്ടല്ലോ. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥിതിയിൽ ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊന്നും തീരെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യമായിരുന്നു ഈ പ്രണയം, വിവാഹം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പം മാറി വരുന്നുണ്ട്. ഒരുപാട് പാരൻസ് ഓപ്പൺലി അത് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യാറുണ്ട്. എങ്കിൽ പോലും ഒരു പ്രണയ പരാജയം വന്നു, അതോടെ ജീവിതത്തിൻ്റെ അവസാനമാണ്, ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആരാണോ നോ പറഞ്ഞത് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അക്രമങ്ങളിലോട്ടും ആസിഡ് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഒരു നോ
ആ നോ എന്ന് മനസ്സിലാക്കാനും അത് മറ്റേ ആളിൻ്റെ കൺസെൻറ്റിന് അത്രത്തോളം വിലയുണ്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ തന്നെയാണ് മറ്റേ ആളിൻ്റെ താല്പര്യങ്ങളും എന്നും അത് ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും എന്നുള്ളൊരു ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല എന്ന് തോന്നുന്നു. എവിടെയാണ് അവിടെ മാറ്റം വരേണ്ടത്? അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു മാനസിക പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പോൾ അത് കുട്ടികളിൽ അതിൻ്റെ ട്രെയ്റ്റ്സ് ഈ ടീനേജ് കാലത്ത് നേരത്തെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് പല സന്ദർഭങ്ങളിലും പല കേസുകളിലും കാണുന്നുണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇപ്പം ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ശരിയാക്കി കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. പക്ഷേ അങ്ങനെ ഉള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് അപ്പം നമ്മളെ തന്നെ പരിക്ക് പറ്റാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ സൊസൈറ്റിയെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ ടീനേജ് പ്രായത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 11 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സ് ആവുമ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി. അതായത് ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, ഇൻസ്റ്റെബിലിറ്റീസ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള ഇൻസ്റ്റെബിലിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ ട്രൈറ്റ്സ് വളരെ നേരത്തെ തന്നെ ചില കുട്ടികളിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലാണെന്ന് ഒന്നിനും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഒരാളെടുത്ത് കുറച്ച് നാൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, ഒന്നിലും ഒരു സ്ഥായിയായിട്ട് നിൽക്കില്ല എന്നുള്ളതാണ്. ഇമ്പൾസിവിറ്റി വേണം, ഒരു സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, ഒക്യുപ്പേഷണലായിട്ടുള്ള, അക്കാഡമിക് ആയിട്ടുള്ള ഒന്നിലും സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റുകൾ ഒന്നുണ്ടാവുക. പിന്നെ അവർ റിക്കറൻ്റ് ആയിട്ടുള്ള സെൽഫ് ഹാമിങ്ങോ അത്തരത്തിലുള്ള മുറിവുണ്ടാക്കുക, സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട, പ്രായോഗികമായിട്ട് നമുക്കത് ഈ ഒരു പ്രശ്നത്തിന് ഓവർകം ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് പറയണേ, പേര് പറയണേ. പേര് ഷീജ, വിളിക്കുന്ന കല്ലറ എന്ന സ്ഥലത്ത് നിന്നാണ്. ഓക്കെ, നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ. ഓക്കെ, പറഞ്ഞോളൂ. സാർ, എന്റെ മകന് +2 കഴിഞ്ഞിപ്പം ഒരു കോച്ചിങ്ങിനായിട്ട് ഒരു സെന്ററിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്, ജെഇയുടെ കേട്ടോ. അപ്പൊ അവൻ നല്ല മിടുക്കനായിരുന്നു, പഠിക്കാനൊക്കെ മിടുക്കൻ. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം അവന് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതിയാണ് പറയുന്നത്. മറ്റു കുട്ടികളോടൊപ്പം പഠിച്ചെത്തുന്നില്ല. അതുപോലെ തന്നെ അവൻ രാത്രി ഇപ്പൊ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടത്തുകയും ഉറക്കത്തിൽ സംസാരവും. പക്ഷെ പകല് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നല്ല ഉറക്കവുമാണ്. അവൻ എഴുതുന്നതെല്ലാം വര പോലെ പോകുന്നതേ ഉള്ളൂ, ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നൊരു അഭിപ്രായത്തിൽ ഇപ്പൊ ആകെ അവൻ വിഷമത്തിലാണ്. ഞങ്ങളും ഒരു വിഷമത്തിലാണ്. അതെന്താണെന്ന് ഒന്ന് പറഞ്ഞുതരാമോ? ആക്ച്വലി അത് മകന്റെ സൈഡ് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് പുള്ളിക്കാരൻ ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സസ്. ഇപ്പം നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പം എബിലിറ്റി ഓക്കെ പഠിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതെ, അപ്പം എബിലിറ്റിയുടെ സൈഡ് പ്രോബ്ലം വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ പുതിയ സെന്ററിലേക്ക് മാറി? വീട്ടിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും മാറി നിൽക്കുന്നത് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് മകന്റെ സൈഡിൽ നിന്നുള്ള സ്ട്രെസ്സർ എന്നുള്ളത് കുറെ കൂടെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇത്രയും ഏജ് ഉള്ളൊരു വ്യക്തിയാണല്ലോ, അപ്പം ആ വ്യക്തിയോട് തന്നെ നമ്മൾ ചോദിച്ച് ഇൻഡിവിജ്വലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രയോജനമുള്ള വഴിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ, മകനെയും കൊണ്ടുപോയി സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മകനോട് ചോദിക്കുകയും സംസാരിക്കുകയും ഇപ്പോഴ് ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുകയും കുറെ കൂടെ ബെറ്ററായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിളിച്ചതിന് നന്ദി. സർ, കൗമാരക്കാരുടെ വേറൊരു പ്രശ്നമാണല്ലോ അഡിക്ഷൻസ്. സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഡ്രഗ്സിനോടുള്ള അഡിക്ഷൻ, പല പല കാര്യങ്ങളിലുള്ള അനാവശ്യമായ ഈ താല്പര്യം, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ശരിക്കും ഇത്തരത്തിൽ അഡിക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഒരു പൗരന്മാരായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കാൻ പറ്റുക? ഇപ്പം ടീനേജേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ആക്ച്വലി അവർ ഹൈലി എനർജറ്റിക് ആണ്, എന്തൂസിയാസ്റ്റിക് ആണ്, റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ആൾക്കാരാണ്.
അപ്പോൾ ഇതിന് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയും ചാനലൈസ് ചെയ്യുകയും ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും അതിന് അവർക്കൊരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എയിം ചെയ്ത് പല രീതിയിലുള്ള അഡിക്ഷനിൽ അവസാനം അവർ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇപ്പോഴത്തെ കുട്ടികൾ പലരും വീട്ടിനകത്ത് ഇൻഡോറായിട്ട് തന്നെ സമയം ചെലവഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പണ്ടത് കുട്ടികൾ വീട്ടിന് പുറത്തിറങ്ങുന്നു, കളിക്കുന്നു, ഫിസിക്കലി അവർ ഓഫ്ലൈൻ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ അവർ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സസ് ആയിട്ടുള്ള എനർജിയും എന്തൂസിയാസവും ക്രിയേറ്റിവിറ്റിയും പല രീതിയിൽ അവർക്ക് ടെസ്റ്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് പണ്ട് അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ഈ സ്ക്രീനിൻ്റെ മുന്നേ ഇരുന്നുള്ള എക്സ്പ്ലോറേഷനും എന്തൂസിയാസം എന്താ പറയുക എക്സിബിറ്റ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ വളർന്നു വരുന്ന ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഫ്ലൈൻ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ അവരെ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. ഇപ്പം നമ്മുടെ നൈബർഹുഡിലെ ഇൻട്രാക്ഷൻസ് വളരെ കുറവാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ നമ്മൾ സംസാരിക്കാറില്ല. സംസാരിച്ചാൽ തന്നെ നമ്മളൊരു മാസ്ക്ഡ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുക. നമ്മുടെ കുട്ടികൾ അവരുമായിട്ട് സംസാരിക്കാറില്ല. അപ്പോൾ അതൊക്കെ ഒരു റിയാലിറ്റിയിൽ നിന്ന് വേറൊരു ലെവലിൽ ലൈഫ് അൺറിയലിസ്റ്റിക് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ അവർക്ക് റിയലിസ്റ്റിക്കലി ഗ്രൗണ്ടഡ് ആയിട്ട് അവരുടെ എന്തൂസിയാസവും അവരുടെ ക്രിയേറ്റിവിറ്റിയും എനർജിയും പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യാനും അത് പ്രോപ്പറായിട്ട് തന്നെ അത് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വീട്ടിന് പുറത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. ഇപ്പം എല്ലാ കുട്ടികളടുത്തും നീ പടി എന്ന് മാത്രമാണ് പറയുന്നത്. ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് അവരോട് പറയുകയോ അല്ലെങ്കിൽ അവരെപ്പോഴും കുട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പല പാരൻസും ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. ആക്ച്വലി പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ അഡൽട്ടാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്, അല്ലാതെ കുട്ടിയായിട്ടിരിക്കുക എന്നുള്ളതല്ല. പാരൻസിനെ പോലെ ഫ്യൂച്ചറിലൊരു ഫാദറും മദറും ആയിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസിനും അവരെ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആക്കുകയും എൻ്റർടൈൻ ചെയ്യിക്കുകയാണെങ്കിൽ കുറേ കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ജനറേഷൻ നമുക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സാറിനോട് ഇത്ര സമയം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് മാത്രം നമ്മൾ കുട്ടികളുടെ മേൽ വെച്ച് പുലർത്തുക, പാരൻസിന് നേടാൻ പറ്റാതെ പോയ കാര്യങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക, കുറച്ചുകൂടെ സോഷ്യലി അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി ഉള്ള ആക്ടിവിറ്റീസിലൊക്കെ കളികളിലും സാമൂഹിക ബന്ധങ്ങളിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ മാറി നിൽക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം പൂർണ്ണമാവുകയാണ്. ഇതുവരെ കൗമാരക്കാരിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF ആണ്. ഈ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും അവരുടെ സംശയങ്ങൾക്ക് വ്യക്തവും ലളിതവുമായി മറുപടി നൽകിയ നിതിൻ AF, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾ ഏവർക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി പൂർണ്ണമാകുന്നു. കൗമാരക്കാരിലെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF. അദ്ദേഹത്തോട് സംസാരിച്ചത് MS ആശ. സ്റ്റുഡിയോയിലൊപ്പം ഉണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ, ശോഭ PT. സാങ്കേതിക സഹായം രതീഷ് മോൻ KV, ശ്രീജ ഉണ്ണികൃഷ്ണൻ.